അത് ഫാനെടുക്കും. അപ്പോൾ നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. അതിനുള്ള സാധനങ്ങൾ നമ്മൾ ചെറിയ രീതിയിലാണ് ചെയ്യുന്നത്. ഒരു മാതളം, ഒരു ആപ്പിൾ, ഒരു ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ രസകദളിപ്പഴം, ഒരു നേന്ത്രപ്പഴം, കുറച്ച് മുന്തിരി, പിന്നെ മിൽക്ക് മേഡും ഉണ്ട്. അത് ഇതിനോട് മിക്സ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാൻ വേണ്ടി അരിഞ്ഞു വെച്ച ഫ്രൂട്ട്സാണ്. ഒരുപാടൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതിന് ആവശ്യമുള്ള പഴവും പഞ്ചസാരയും കൂടെ ഇതിനകത്ത് അതിൻ്റെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയാണ്. പഴം ഇട്ടു, മിൽക്ക് മേഡ് ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന്. കുറച്ച് പഞ്ചസാരയും കൂടെയാണ്. നേരത്തെ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്, ഇപ്പം പിന്നെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇടുന്നത്. നമുക്ക് ഇങ്ങനെ ജ്യൂസ് അടിക്കാം. മിക്സ് പൗഡർ ഒരു ചെറിയ പാക്കറ്റിൽ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ രസകദളിപ്പഴം ജ്യൂസ് അടിച്ചത് ഈ ജാറിനകത്തോട്ട് ഒഴിക്കുകയാണ്. അപ്പം അത് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത ആപ്പിൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് മാതളം ചേർക്കുകയാണ്. കട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കി രസകദളിപ്പഴം, മാതളം, മുന്തിരി, നേന്ത്രപ്പഴം ഇത്രയും കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. അത് ചേർക്കാമല്ലോ. അതെല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതൊന്നൊന്ന് മിക്സ് ചെയ്യണം. അടിപൊളി അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുകൊണ്ടല്ലോ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കൂട്ടി അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഈ അടുത്ത് ഡ്രാഗൺ ഫ്രൂട്ട് ഇത്ര നേരം മാറ്റി വെച്ച കാരണം വെച്ചാൽ ഡ്രാഗൺ ഫ്രൂട്ട് ഇടുമ്പോൾ ഇതിൻ്റെ വെള്ള കളർ മാറി അത് ചുവപ്പാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നേരം മാറ്റി വെച്ചത്. അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ ആഡ് ചെയ്യണം. ഫ്രൂട്ട് സലാഡ് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ മോളാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് മോളുടെ അഭിപ്രായം കേൾക്കാം. എങ്ങനെയുണ്ട്? കൊള്ളാം. മോള് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കൊള്ളാമോ?